ഹലോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്കും കൂടെ നടിച്ച് ഞങ്ങളെ സഹായിക്കണേ. കുറേ നാളുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കാതെ പോയൊരു യാത്രയാണ് കേട്ടോ. എന്നും നേരം വെളുത്ത അടുക്കളയിലും ഈ റിപ്പീറ്റ് ചെയ്ത് തന്നെയല്ലേ ആവർത്തിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്നും പറഞ്ഞ് കുറേ നാളുകൊണ്ട് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ വെളുപ്പിനെ 4:30 തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നേ. ചോറും കറിയൊക്കെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിക്ക സ്ഥലത്തും പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ചോറ് കൊണ്ടുപോകും കേട്ടോ. ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡായിരിക്കും ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നത്. കാരണമെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് അവിടുത്തെ ഫുഡ് എനിക്ക് പിടിക്കത്തില്ല കേട്ടോ. യാത്രയൊക്കെ ചെയ്ത് എനിക്ക് അവിടുത്തെ എന്തായാലും പിടിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങൾ എവിടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ കുറ്റാലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. പുനല്ലൂർ തൂക്കുപാലമൊക്കെ കണ്ടുവരാമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നീടാണ് നമ്മൾ യാത്ര തമിഴ്നാട്ടിലോട്ടാക്കിയത്. പുനല്ലൂരൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അച്ചൻകോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിനകത്തൂടെ കയറി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ആണെങ്കിൽ നിറച്ച് കാടുകളും അരുവികളും ഒക്കെയാണ്. കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാമെന്ന് പറഞ്ഞാണ് അതിലേക്കൂടെ ഒക്കെ പോയത്. രാവിലത്തേക്കുള്ള ഉപ്പുമാവും ഒക്കെ റെഡിയാക്കിക്കൊണ്ടാണ് പോയത്. പകുതി എത്തിയപ്പോഴത്തേക്കും എൻ്റെ തുമ്പിക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ മുട്ടുന്നെന്നും പറഞ്ഞങ്ങ് തുടങ്ങിയേ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു മോളൊന്ന് കണ്ണടച്ച് കിടക്കാൻ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഈ ഇടയായിട്ട് അവൾ വണ്ടി കയറി കുറച്ചാകുമ്പോഴത്തേക്ക് ഛർദ്ദിക്കാൻ മുട്ടും. അങ്ങനെ ഇക്കാണെങ്കിൽ കടയിലൊക്കെ പോയി മുട്ടായും കവറും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ചൊന്നുമില്ല തുപ്പിയിടുന്നതിന് അവൾ ഛർദ്ദിക്കാന്ന് പറയുന്നത്. പിന്നെ കുറച്ചു നേരം ആ മുട്ടായൊക്കെ വായിലോട്ടൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ടെൻഡൻസിയൊക്കെ അങ്ങ് കുറഞ്ഞു പോകുമല്ലോ. അതാണ്ട് ഇതാണേ പുനല്ലൂർ പാലം, തൂക്കുപാലം. അതൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെപ്പോഴും അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴത്തേക്കും തുമ്പിയൊക്കെ അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കിച്ചും വിച്ചും എവിടെ യാത്ര പോയാലും ഉറങ്ങത്തേയില്ല. ഞാനിപ്പം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഈ ഒരു യാത്ര ഉറങ്ങത്തില്ലെന്ന്. വണ്ടിക്കകത്ത് കയറുന്ന പാടെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങുവേ. ഇപ്പം നമ്മൾ ദാണ്ടെ അച്ചൻകോവിലിനകത്തോട്ടായിട്ടുണ്ട്. ഇതിനകത്തെന്ന് വെച്ചാൽ നിറച്ചും മരങ്ങളും പച്ചപ്പും ഒക്കെ കാണുന്ന നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡിലും അരുവികളും തോടുകളും നല്ല രസം ഉണ്ടായിരുന്നേ കാണാനൊക്കെ. കുറേ അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മൾ മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പുറകെ വന്ന വാഹനം കീ അടിച്ചുകൊണ്ട് ആ മയിൽ അങ്ങ് പറന്നുപോയി. അതുകൊണ്ട് ആദ്യം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എൻ്റെ ഓരോ കണ്ണും ഓരോ ഭാഗത്തോട്ട് പോകുമ്പം അത് അതിൽ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അങ്ങ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് നിങ്ങൾക്കൊക്കെ ഇത് ബോറടിക്കും, എന്തിനാ എപ്പോഴും ഇങ്ങനെ കാടും മരങ്ങളും എടുക്കുന്നതെന്ന്. നിങ്ങളൊന്ന് കണ്ടുകൊണ്ടിരിക്കണേ, സ്കിപ്പ് ചെയ്യാതെ. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഈ ഒരു സംഭവം ഓർമ്മയുണ്ടോ? പണ്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വൈറലായ ഹോം മെയ്ഡ് ഷാമ്പൂ എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഞാനങ്ങനെ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു, അത് നമുക്കൊന്ന് കിട്ടിയായിരുന്നെങ്കിലെന്ന്. അങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇക്കാലത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഇക്ക പോയി അത് പിച്ചിക്കൊണ്ട് വരുവാണേ. ഞാൻ മേലോട്ടൊന്നും കയറാൻ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ കാടും പടലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ, ഇഴജന്തുക്കളൊക്കെ കാണാൻ സാധ്യതയുള്ള പ്രദേശമാണിത്. അങ്ങനെ 2 എണ്ണം പിച്ചിക്കൊണ്ട് വന്നിട്ടോ, ഒന്ന് തുമ്പിക്കും ഒന്ന് എനിക്കും. ഇത് വന്നപ്പോഴത്തേക്കിന് അത് ചെറിയൊരു വെള്ളം കണക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നേ. പിന്നെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കൈതച്ചക്കയുടെ മരങ്ങളല്ലല്ലോ, അതിൻ്റെ ചെടികളായിരുന്നേ മൊത്തം. കുറേയൊക്കെ നിറയെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ വേലി കണക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിച്ചാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇക്കാലത്തൊന്ന് പറഞ്ഞു നമുക്ക് പിച്ചാന്ന്, പക്ഷെ അത് പിച്ചാനൊന്നും പറ്റത്തില്ല. പിന്നെ കമ്പിളി നാരങ്ങയുടെ മരങ്ങൾ 3-4 വീടുകൾ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഉണ്ടായിരുന്നേ. ഈ മുമ്പേ പോകുന്ന കാറുണ്ടല്ലേ, അതാണെങ്കിൽ അവിടെ ഒരു മയിലുണ്ടായിരുന്നു. കീ അടിച്ച് ആ മയിലിനെ അങ്ങ് പറത്തി വിട്ട്. ഇതൊക്കെ തേക്ക് മരങ്ങളാണ്. ഈ സർക്കാർ തന്നെയാണ് ഈ തേക്ക് മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് പോകുന്നതെന്ന് തോന്നുന്നത്. എനിക്ക് അതിനെപ്പറ്റിയൊന്നും വ്യക്തമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഈ ഒരു ഭാഗത്തോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും തുമ്പിയാണെങ്കിൽ ഒന്ന് ഛർദ്ദിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഛർദ്ദിച്ചൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് പോകുന്നതെല്ലാം റംബൂട്ടാൻ്റെ മരങ്ങളായിരുന്നു. കുറേ ഭാഗത്ത് നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു, കുറേ ഭാഗത്ത് നല്ല പച്ചയായിരുന്നു. പിന്നെ ദാണ്ടെ അരുവികളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇവിടെ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നേരത്തെ മയിലിനെ കാണാൻ പറ്റാത്ത വിഷമം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് 2 മയിൽ നിൽപ്പുണ്ടായിരുന്നേ. ഒന്നാണും ഒന്ന് പെണ്ണാണെന്ന് തോന്നുന്നു. എൻ്റെ കിച്ചു പറഞ്ഞതാ, ഉമ്മച്ചി വാലില്ലാത്തത് പെൺമയിലാണ്, വാലുള്ളത് ആണാണെന്നേ. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പോകുന്നതൊന്നുമില്ല കേട്ടോ, ഇതിന് പേടിയൊന്നുമില്ല. കൊത്തുമെന്ന് പറഞ്ഞ് ഞാൻ ഗ്ലാസ്സൊക്കെ ഇട്ട് വെച്ചിരുന്നതായിരുന്നേ. നമ്മൾ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കപ്പലിൻ്റെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പീലിയൊന്നും നിവർത്തിയൊന്നും കാണിച്ചില്ല. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പീലിയൊക്കെ ഒന്ന് വിടർത്തി കാണിക്കുമെന്ന് പറഞ്ഞ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കാണുമ്പോഴായിരിക്കും നമ്മുടെ ദൈവം എത്ര മനോഹരമായിട്ടാണല്ലേ ഓരോ ജീവിയും ഓരോ കാര്യങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നതല്ലേ.
അപ്പോഴത്തേക്കും എൻ്റെ കിച്ചൂട്ടൻ പറയുകയാണേ, ഉമ്മച്ചി അവിടെ മയിലിൻ്റെ പീലി വീണാണ്, നമുക്ക് എടുത്തോണ്ട് പോവാന്നേ. അങ്ങനെയൊന്നും മയിലിൻ്റെ പീലിയൊന്നും വീഴത്തില്ലേ. പണ്ടാണെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മയിൽപ്പീലി ബുക്കിൻ്റെ ഇടയിൽ വെച്ചാൽ അത് പ്രസവിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഇങ്ങനെ ചുരണ്ടുമ്പോൾ നമ്മുടെ കയ്യിലൊരു പൂപ്പൽ കണക്ക് സംഭവം വരത്തില്ലേ, അത് മയിൽപ്പീലിയുടെ ആഹാരമെന്നും പറഞ്ഞ് ഞാൻ ബുക്കിൻ്റെ ഇടയിൽ വെക്കാറുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതെ, വീണ്ടും അങ്ങോട്ട് പോകുമ്പം അരുവികളായിരുന്നേ. മുന്നേ ഇത് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു മുന്നേ ഒരു സമയത്ത് പോയപ്പം. ഇപ്പോൾ ആണെങ്കിൽ വെള്ളം വളരെ കുറവാണ്. എങ്കിൽ വെള്ളം ഉണ്ടെന്നും പറഞ്ഞ് അതിലേക്കൂടെ പോയത്, കാരണം മഴയൊക്കെ അല്ലായിരുന്നു. പിന്നെ താണ്ടി നമ്മളങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് പോയി. ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കരമായ കാറ്റായിരുന്നേ, നല്ല കാറ്റായിരുന്നു. പിന്നെ അങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേക്കും എനിക്ക് ഉറക്കം വന്നെങ്കിലും ഞാൻ ഉറങ്ങാതെ കണ്ണ് തുറന്നിരിപ്പുണ്ടായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നേ. ഒരുപാട് മരങ്ങളും തെങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സമയം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നേ, 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മക്കൾക്കൊക്കെ അങ്ങ് വിശക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലത്തെ ആഹാരം ഞങ്ങൾ ഇറങ്ങി കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ മരമൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി. എനിക്ക് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഇതിൻ്റെ സീസൺ ആയിരുന്നു തോന്നുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങയ്ക്ക് എന്തോ ഒരു വില. ഇവിടെ ആണെങ്കിൽ ഓരോ മരത്തിലും നിറച്ച് തേങ്ങ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി തേങ്ങയൊക്കെ മേടിക്കാമെന്ന്. പക്ഷേ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തേങ്ങ ഇങ്ങനെ പിച്ചിടുന്ന സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഉള്ള അവരുടെ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ, അതൊക്കെ കണ്ട്. പിന്നെ ദാണ്ടെ അവിടുത്തെ മെയിൻ പരിപാടി ഇതാ റോഡിൻ്റെ നടുക്കൂടെ പശുവും പോത്തും കാളയും ആടുകളും ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടാ. നല്ല രസമല്ലേ കാണാൻ. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ ഇക്കാടുത്ത് പറഞ്ഞത്, ഞാൻ വലിയ ചാമ്പയ്ക്ക തിന്നിട്ടില്ലാന്ന്. ഇത് കണ്ടോണ്ടാണേ പറഞ്ഞത് നമുക്ക് ഒരെണ്ണം മേടിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാമ്പയ്ക്കൊക്കെ വില ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര വില കേട്ടോ. 4 എങ്ങാണ്ട് 70 രൂപയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞ് 5 എണ്ണം ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റംബൂട്ടാനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കാൻ നേരം ആ വലയുടെ അടിയിൽ ഞാവൽപ്പഴം ഉണ്ടായിരുന്നേ. പിന്നെ കുറച്ച് ഞാവൽപ്പഴവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന ഭാഗത്തെല്ലാം ഈ ചക്കകൾ ഇവിടെ കുറച്ചേ ഉള്ളായിരുന്നു. ബാക്കി കടകളിലൊക്കെ ചക്ക ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ചക്ക സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ആദ്യം 4 എണ്ണം എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഇക്ക പറഞ്ഞ് ഞങ്ങൾ 5 പേരുണ്ട്, ഒരെണ്ണവും കൂടി ഇടാൻ. പിന്നെ കേടുള്ളതൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലതൊക്കെ എടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും നല്ല കാറ്റായിരുന്നു. മക്കളൊക്കെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നേ. മക്കൾക്കും എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എൻ്റെ അടുത്താണെങ്കിൽ പാത്രം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇക്കാലത്ത് പാത്രം വേണ്ട, ഇല വെട്ടണേന്ന് പറഞ്ഞാൽ ഇക്ക അങ്ങ് മറന്നുപോയി. പിന്നെ ഒരു കടയിൽ നിർത്തി ഞങ്ങൾ 4 പേർക്കുള്ള ഇല മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കറിയും ചോറും ഒക്കെ ഇട്ട് ഞങ്ങളങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. തുമ്പിക്ക് ഞാൻ പിന്നെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് കറിയെങ്ങാനും ചളിച്ചു പോകുമെന്ന്, പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി കഴിച്ചപ്പോഴത്തേക്കും വയറൊക്കെ അങ്ങ് നിറഞ്ഞു. കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ വിചാരിച്ചേട്ടോ. ഇനി കുറ്റാലത്തോട്ട് പോവാം. മക്കളൊക്കെ ഡ്രസ്സ് മാറുവാണേ, അവർക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി. അവിടെ ഇപ്പോണ്ട് എല്ലാവരും. ഭയങ്കര കാറ്റ് കേട്ടോ. തമിഴ്നാട്ടിൽ ഭയങ്കര കാറ്റ്, നല്ല കാറ്റ്. നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറന്നു പോകാൻ നടക്കുള്ള കാറ്റാണേ. അങ്ങനെ താണ്ടി കുറ്റാലത്തോട്ട് എത്തി കേട്ടോ. ഞങ്ങൾ ദൂരെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളം കുറവാണൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷേ നിറച്ച ആൾക്കാരുണ്ടായിരുന്നേ. അവിടെ ഇതിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു. പിന്നെ അറിയാമല്ലോ ആ ഭാഗത്തൊക്കെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയപ്പോഴേ തുമ്പിയെടുത്ത് പറഞ്ഞ മോളെ അവിടെ എവിടെയും വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും മേടിച്ച് കഴിക്കല്ലേ എന്ന്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പം ഇവക്ക് പിടിച്ചില്ലെങ്കിലോ അങ്ങനെ. അതുകൊണ്ട് അതും ഇതും വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വിഷമിച്ചിരുന്നപ്പോൾ ഇക്ക പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവിടെ അടുത്ത് തന്നെ ഇന്ന് ഒരാൾ പറഞ്ഞു ഇനി അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഇതുപോലെ തന്നെയാണ്, എങ്കിൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെള്ളത്തിൽ നിൽക്കുന്നവർ പിന്നെ ഇങ്ങോട്ട് കയറുന്നതേ ഉണ്ടായിരുന്നില്ല, അവരിങ്ങോട്ട് വരുന്നതേ ഇല്ല. അവർ അവിടെ തന്നെ നിൽക്കും. അപ്പം മറ്റുള്ളവർക്കും കുളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ലേ. എനിക്ക് തോന്നുന്നു ഇവരങ്ങാണ്ട് വെള്ളങ്ങാണ്ട് കാണാതെ കിടക്കുവാന്ന്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരു പൊടി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ നന്നായിട്ട് വിഷമം ഉണ്ടായിരുന്നു. കഷ്ടം, കുറേ വെട്ടം കൊണ്ട് ഇങ്ങനെ കുളിക്കാൻ ആഗ്രഹിച്ച് വന്നതായിരുന്നേ. അപ്പോൾ കൊണ്ട് നമ്മൾ അടുത്തുനിന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്ക പറഞ്ഞത്. പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാ തുമ്പിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇതേ കളർ ഡ്രസ്സ് ഇട്ട ഒരു കുട്ടിയിലേക്കൂടെ ഓടുന്നുണ്ട്. ഞാൻ പറഞ്ഞു എടി തുമ്പി നിന്റെ ഉടുപ്പിട്ടുകൊണ്ട് ഇതാ ഇവിടെ ആരാണ്ട് നിൽക്കുന്നെന്ന്. അപ്പോൾ എൻ്റെ അത്ര ഉമ്മച്ചി ഞാൻ കണ്ടായിരുന്നു, ഞാൻ പറയാഞ്ഞേ ഉമ്മച്ചി എടുത്തെന്ന് കേട്ടോ.
പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞത് മുതൽ വലിയ കുരങ്ങന്മാർ വരെ. ഈ കുരങ്ങന്മാരൊക്കെ നമ്മുടെ കയ്യിരിക്കുന്നതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടും. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല അവന്മാരെ. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ആരെങ്കിലും എന്നെ നോക്കിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലോ എനിക്ക് ഭയങ്കരമായിട്ട് നാണക്കേടാവും. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് വേറൊരു സത്യം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എപ്പോൾ പോയാലും മേടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, കസ്തൂരി മഞ്ഞൾ ഉണക്കിയത്. ഞാൻ അതിൻ്റെ വില ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഗമയും കാണിച്ച് അവിടുത്തെ അങ്ങേര് നിന്നേ. ഞാൻ അതുകൊണ്ട് മേടിച്ചില്ല അവിടെ നിന്ന്. പിന്നെ ഇത് കണ്ടില്ലേ, ആട്ടുകാൽ കിഴങ്ങാണേ ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ മേടിക്കണം ഇത് എവിടെ കിട്ടുമെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ അതും കുറച്ച് മേടിച്ച്. പിന്നെ നമ്മുടെ കണക്കൊന്നും അല്ല, ഇവിടെയൊക്കെ ചക്കയൊക്കെ ഇങ്ങനെ തൊലിച്ച് വെച്ച് അത് ഗ്രാം കണക്ക് വിൽക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു അപ്പാപ്പൻ അവിടെ ഇരുന്ന് കൈതച്ചക്കയും പിന്നെ മാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റേ സ്ഥലമായത് കേട്ടോ, കുറ്റാലം പോലെ തന്നെ ഏകദേശം. അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടാണ്. ഞാൻ ഇറങ്ങിയതേ ഇല്ല ഇവിടെയും. പിന്നെ മക്കളൊക്കെ ഇറങ്ങി അവിടെ വെള്ളത്തിനകത്ത് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. തുമ്പി പിന്നെ വെള്ളം കണ്ടാൽ കയറത്തേ ഇല്ല കേട്ടോ, കിടന്നും ഇരുന്നും. എനിക്കറിഞ്ഞുകൂടാ അവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്ന ആള്. പിന്നെ ഞാൻ പറഞ്ഞ ചെരുപ്പൊക്കെ എടുത്ത് കയ്യെ വെച്ചേക്കണേ, കളയല്ലേന്ന് പറഞ്ഞു. ഇയാൾ ചെരുപ്പ് ഊരാതാ പോയത്. വാപ്പിയും മക്കളും ഒക്കെ നന്നായിട്ടിരുന്ന് എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നേ. എൻ്റെ അടുത്ത് നിന്നിട്ട് ഇക്ക പറഞ്ഞ് ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങടേന്ന്. പക്ഷെ ഞാൻ ഇറങ്ങിയതൊന്നും ഇല്ല കേട്ടോ. ഏകദേശം ഒരു 1/4 മണിക്കൂർ ആയപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. തുമ്പിക്ക് വരണമെന്നേ ഇല്ലായിരുന്നു. പിന്നെ വന്ന പാടെ ഞാനങ്ങ് തലയൊക്കെ അങ്ങ് തോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തോർത്തും ഡ്രസ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ. ഞാൻ അതങ്ങ് തോർത്തി കൊടുത്ത്. പിന്നെ അവിടെ വെച്ചൊന്നും ഞാൻ ഡ്രസ്സ് മാറാൻ നിന്നില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് താണ്ടി ഇവിടെയൊക്കെ അറിയാമല്ലോ, നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇവിടെ കാണും. എനിക്കതൊക്കെ ഒരു കൗതുകമായിട്ടാണ് തോന്നുന്നത് എപ്പോഴും. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം പനഞ്ഞുങ്ങ്, ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞങ്ങ് മേടിച്ചും പോയി. എനിക്ക് തിന്നാനും പറ്റുന്നില്ല, എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടതുമില്ല. ഇക്കാടെ നോട്ടം കണ്ടപ്പോഴത്തേക്ക് ഇത് തിന്നില്ലെങ്കിൽ ശരിയാകത്തില്ലെന്നും പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ എന്തായാലും അത് 5 6 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാനും തിന്ന്. പിന്നെ പിള്ളേർക്കും കൂടെ കൊടുത്തേട്ടോ. വിച്ചുവിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ മെയിനായിട്ട് ചട്ടി മേടിക്കാനും കൂടാണേ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച ചട്ടിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് വിലയൊക്കെ കുറച്ച് ചട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മയക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് പോയി കാണണേ. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വന്ന ഭാഗത്ത് മൊത്തം വയലും തെങ്ങും ഒക്കെ ആയിരുന്നു. പിന്നെ കൃഷികളൊന്നും അധികം ഇല്ലായിരുന്നു, കാരണം ഒരുപാട് മഴ ഉണ്ടായതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം താമസിച്ചാ വിളവെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.